ബ്രസീലിന്റെ രണ്ടാം മത്സരത്തിലും നെയ്മർ കളിക്കില്ല. ഹെയ്ത്തിയുമായുള്ള രണ്ടാം മത്സരം ശനിയാഴ്ച രാവിലെയാണ്. വിവരങ്ങളുമായി PT മുഹമ്മദ് ജസീം നമ്മളോടൊപ്പം ചേരുകയാണ്. കാത്തിരിക്കുന്നത് നെയ്മറിന്റെ കളത്തിലേക്കുള്ള ഇറക്കത്തിനാണ്. അത് എത്ര വൈകും? മാധു, ഏതായാലും നമ്മൾ കാത്തിരുന്ന ബ്രസീലിൻ്റെ ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച നെയ്മർ വരില്ല എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു. കാരണം അത് ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ വിഷമകരമായ ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് അർജന്റീന ടീമിൽ മെസ്സിയൊക്കെ വലിയ ഫോമിൽ നിൽക്കുന്ന, മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഹാട്രിക്കൊക്കെ നേടി അർജന്റീന ആരാധകർ വലിയ ആവേശത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്രസീലിൽ അവർ പ്രതീക്ഷിക്കുന്ന നെയ്മർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരമെന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ന് ഫിലാഡൽഫിയയിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് പോകുന്ന ടീമിൽ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം ടീം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അദ്ദേഹം കളിക്കാനുണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം സാന്റോസിന് വേണ്ടി കളിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ കണങ്കാലിനേറ്റ പരിക്കാണ് അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കാനുണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെ നേരത്തെ തന്നെ കോച്ച് വ്യക്തമാക്കിയിരുന്നു. പരിക്കാണെങ്കിൽ കൂടി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത് ബ്രസീലിനെ അവിടെ അദ്ദേഹത്തിലുള്ള വിശ്വാസവും അദ്ദേഹം ടീമിലുണ്ടാകും ആ ടീമിന്റെ വലിയ പ്രതീക്ഷയും ഏറ്റുകൊണ്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് രണ്ട് മത്സരവും, ആദ്യം മൊറോക്കോക്കെതിരായ മത്സരവും രണ്ടാമത്തെ ഹെയ്ത്തിക്കെതിരായ മത്സരവും അദ്ദേഹത്തിന് കളിക്കാനാകുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത കൂടിയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാം, ആദ്യത്തെ മത്സരത്തിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മൊറോക്കോ എന്ന ശക്തമായ ടീമിനെതിരെയായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളായിരുന്നു മൊറോക്കോ. അവരെ 1-1 എന്നുള്ള സ്കോറിലേക്ക് തളച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആ മൊറോക്കയോടുള്ള സമനില പോലും അവർക്ക് ക്രൂഷ്യലായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും അടുത്ത മത്സരത്തിൽ എന്ന് പറയുന്നത് ഹെയ്ത്തിയാണ്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ഇല്ലെങ്കിൽ പോലും വിനീഷ്യസ് ജൂനിയറിനെ പോലെയുള്ള താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് എന്നുള്ളതാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം. അതിനുശേഷം സ്കോട്ട്ലാൻഡാണ് എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയില്ല. ശേഷം അവർക്ക് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ളത് അടുത്ത റൗണ്ട് 32 എത്തുമ്പോൾ നെയ്മറിനെ ഉൾപ്പെടുത്താൻ അവർക്ക് കഴിയും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഫിലാഡൽഫിയയിലെ ക്യാമ്പിൽ വെച്ച് അദ്ദേഹം സ്വയം പരിശീലനം നടത്തുന്നു എന്നുള്ള കാര്യം കൂടി ടീം പുറത്തുവിടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഫിറ്റ്നസ് പുറത്തെടുക്കട്ടെ, അതിനുശേഷം അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളത് തന്നെയാണ് ടീമിൻ്റെ നിലപാട്. എന്തായാലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളി തന്നെയായിരിക്കും കോച്ച് കാർലോ ആഞ്ചലോട്ടി അടുത്ത റൗണ്ടുകളിൽ എടുക്കുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഹെയ്ത്തിക്കെതിരായ മത്സരം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞതല്ല എന്നുള്ളത്. രണ്ടാം മത്സരത്തിലും നെയ്മർ ഇല്ല.